മോക്ഷേച്ഛുവായ ആത്മീയ സാധകൻ പ്രാർത്ഥനകളോടെ ഗുരുവിൽ നിന്നും സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നത് പോലെയാണ് അയ്യപ്പ ദർശന സാഫല്യം ആഗ്രഹിച്ച് തീർത്ഥാടകർ ഗുരുസ്വാമിയിൽ നിന്നും മുദ്ര സ്വീകരിക്കുന്നത്. ഭക്തിയോഗം, കർമ്മയോഗം, അഷ്ടാംഗയോഗം, ജ്ഞാനയോഗം തുടങ്ങിയവയൊക്കെ മോക്ഷമെന്ന ആത്യന്തിക ലക്ഷ്യപ്രാപ്തിക്കുള്ള മാർഗങ്ങളാണ്. ഇതിൽ ഭക്തിയോഗ മാർഗേണ ഭക്തനെ മോക്ഷമെന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ക്ഷേത്രാരാധനയുടെ മുഖ്യ ലക്ഷ്യം. ഈയൊരു ദൗത്യം ലോകത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുന്ന ഉപാസനാ സമ്പ്രദായമാണ് മണ്ഡലവ്രതത്തോടുകൂടി ശബരിമല ശ്രീ അയ്യപ്പ ഉപാസനയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആത്മജ്ഞാനിയായ സദ്ഗുരു സ്വശിഷ്യന് ഈശ്വരചിന്തയും ത്യാഗപൂർണ്ണ ജീവിതവും അനുശാസിക്കുന്നത് പോലെ ഗുരുസ്വാമി മുദ്ര ധരിച്ച ഭക്തന് ബ്രഹ്മചര്യ വ്രതവും ലളിത ജീവിതവും നാമജപാദികളും വിധിക്കുന്നു. സനാതനധർമ്മത്തിലെ മഹത്തരവും യുക്തിഭദ്രവുമായ ധർമാചരണങ്ങളെക്കുറിച്ചും ക്ഷേത്രോപാസന തത്വങ്ങളെക്കുറിച്ചും വിശിഷ്ടമായ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും അറിയുവാൻ പഠനവും പ്രവൃത്തികളിലെ പുണ്യവും ആവശ്യമാണ്. വ്രതനിഷ്ഠകളോടുകൂടിയ ശബരിമല തീർത്ഥാടന കാലം സനാതന മൂല്യങ്ങളെ അടുത്തറിയുവാൻ സാധകർക്ക് വഴി തുറക്കുന്നു. സനാതനധർമ്മത്തിലൂടെ മനുഷ്യന് ആത്യന്തികമായ ദുഃഖവിമുക്തിയും ശാശ്വത ആനന്ദപ്രാപ്തിയും ശാന്തിയും കൈവരുന്നു. സനാതനധർമ്മത്തിൻ്റെയും സമഭാവനയുടെയും മഹിമ വിളിച്ചോതുന്ന ദേവാലയമാണ് സ്വാമി അയ്യപ്പൻ്റെ നിലയമായ ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. Presented by Chaikari, Kazhakoottam, near Infosys, Thiruvananthapuram. Chai, 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 chai,